പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റജബ് മാസത്തിന്റെ സുന്ദരമായ ഒരു വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് എത്തുകയാണ്. റജബ് മാസം പകുതി വിട പറഞ്ഞു അല്ലെ? അതുപോലെ തന്നെ രണ്ടാമത്തെ പത്തും വിട പറയാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഈ സമയത്ത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ? നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായി അവരെ പറ്റി പറയുന്നുണ്ട്, ഒന്ന് കേട്ടു നോക്കണേ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരൊക്കെ ആ പദവിയിലേക്ക് എത്താൻ അവരൊക്കെ സ്ഥിരമായി അവരുടെ നാവുകൊണ്ട് പറഞ്ഞ പല ദിക്റുകളിൽ പെട്ട അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നതമായ ഇസ്മുൽ അഅ്ലം ഉൾപ്പെടുന്ന ഒരു ദുആ അവരൊക്കെ സ്ഥിരമായി പറയുമായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ ആ ദുആ നമുക്ക് പഠിക്കാം, അതിന്റെ അർത്ഥം പഠിക്കാം, അത് ഒരുപാട് വട്ടം ചൊല്ലാം. അത് ചൊല്ലി ചൊല്ലി നമ്മുടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ മാറ്റാം ഇൻഷാ അല്ലാഹ്. കൂട്ടത്തിൽ നമ്മുടെ ഈ കണ്ണുണ്ട്, രണ്ട് കണ്ണ്, ഈ രണ്ട് കണ്ണ് നോക്കിയിട്ട്, എൻ്റെ കണ്ണ് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത്, ഞാൻ സ്വർഗത്തിൽ കടക്കുമോ ഇല്ലയോ എന്ന്. നിങ്ങളുടെ കണ്ണ് നോക്കിയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന്. അതെങ്ങനെയാ ഉസ്താദെ? വിശദമായി ഇന്നത്തെ ക്ലാസ്സിലുണ്ടെന്ന് കേട്ടു നോക്ക്. നമ്മുടെ കണ്ണ് നമുക്ക് തന്നെ നോക്കിയിട്ട് ഇത് സ്വർഗത്തിൽ കടക്കുന്ന കണ്ണാണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തുമുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പടച്ചവൻ്റെ സ്വർഗത്തിൽ കടക്കാൻ, സ്വർഗത്തിൽ കടക്കുക മാത്രമല്ല, സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പദവിയാകുന്ന ജന്നത്തുൽ ഫിർദൗസ്, ആ പദവിയിൽ, ആ സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, ഭർത്താക്കന്മാർ എല്ലാവരോടൊപ്പം സന്തോഷത്തോടെ അള്ളാഹു ഒരുമിക്കാനുള്ള മഹാസൗഭാഗ്യം തന്നനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനമുള്ളവരെ, വിശുദ്ധമായ റജബ് മാസം, ആ റജബ് മാസത്തിന്റെ സുന്ദരമായ ഒരു വെള്ളിയാഴ്ച രാവ് അൽഹംദുലില്ലാഹ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന, മാത്രമല്ല ഈ റജബ് മാസത്തിന്റെ ആദ്യത്തെ 10 വിട പറഞ്ഞു, രണ്ടാമത്തെ 10 വിട പറയാൻ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ഇതുവരെ ഈ ഇത്രയും ദിവസം നമ്മൾ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും അല്ലാഹു അതിന്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് റബ്ബ് സ്വീകരിക്കട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആരക്കുകയാണ്. ഇന്നിപ്പോ വെള്ളിയാഴ്ച രാവാണ്. വെള്ളിയാഴ്ച രാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളിലേക്ക് സൂക്ഷ്മമായി നോക്കുമെന്നാണ്. ആരാണ് സ്വർഗത്തെ ചോദിക്കുന്നത്, ആരാണ് നരകമോചനം ചോദിക്കുന്നത് എന്ന് അള്ളാഹു നിരീക്ഷിക്കുന്ന ഒരു സമയമാണ്. പ്രിയപ്പെട്ടവരെ, റജബ് മാസമാണ്. അൽഹംദുലില്ലാഹ് ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ്. ഇന്ന് സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കുന്ന നിരവധി ആളുകളുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. അതായത് പല ഉമ്മമാരൊക്കെ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇന്ന് നോമ്പ് പിടിച്ച പലരും ഇന്നലെ രാത്രി നിയ്യത്ത് വെച്ചത് എങ്ങനെയാ? റമദാനിൽ നഷ്ടപ്പെട്ടു പോയ ഒരു നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ഖളാ വീട്ടുന്നു, അങ്ങനെ ഒരു നിയ്യത്ത് വെച്ചിട്ടുണ്ടാവാം അല്ലേ? അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസത്തിലെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. അതുപോലെ തന്നെ റജബ് മാസത്തിൽ നിന്നുള്ള ഒരു സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി അനുഷ്ഠിക്കുന്നു. ഇങ്ങനെ 3 നിയ്യത്ത് നിങ്ങൾ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ അൽഹംദുലില്ലാഹ് കുഴപ്പമില്ല. ഇന്നലത്തെ രാത്രി തന്നെ ഈ നിയ്യത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ നോമ്പിന് 3 നോമ്പിന്റെ പ്രതിഫലം അല്ലാഹു തആല തരും. ഇനി നിങ്ങൾ നിയ്യത്ത് വെക്കാൻ മറന്നുപോയി, ഇപ്പോൾ നോമ്പുണ്ട്, നോമ്പുകാരനാണെന്നറിയാം, പക്ഷെ നിയ്യത്ത് വെക്കാൻ മറന്നുപോയെങ്കിൽ ഈ സുന്നത്തായ നോമ്പിന്റെ ഈ സമയത്ത്, അതായത് ളുഹറിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് 2 നിയ്യത്ത് വെക്കാം. ഒന്നാമത്തേത് വ്യാഴാഴ്ച ദിവസത്തിലെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി പിടിക്കുന്നു. മറ്റൊന്ന് റജബ് മാസത്തിൽ നിന്നുള്ള സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ അനുഷ്ഠിക്കുന്നു. ഈ 2 നിയ്യത്ത് വെക്കാം. റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പിന്റെ നിയ്യത്ത്, അതായത് ആ ഫർളായ നോമ്പിന്റെ നിയ്യത്ത് വെക്കണമെങ്കിൽ തലേ രാത്രി തന്നെ നമ്മൾ നിയ്യത്ത് വെക്കണം കേട്ടോ. അതൊരു കാര്യം. അത് മാറ്റി വെച്ചാൽ മറ്റൊന്നാണ്, ഈ നേർച്ചയാക്കിയ നോമ്പുണ്ടാവും. ഇപ്പോൾ മകളുടെ കല്യാണം നടക്കാൻ, അല്ലെങ്കിൽ രോഗം മാറാൻ, കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവും, അങ്ങനെ പലരും പല നേർച്ചയാക്കിയൊക്കെ നോമ്പ് പിടിക്കാറുണ്ട്. അപ്പോൾ ഈ നേർച്ചയാക്കി നോമ്പ് പിടിക്കുമ്പോൾ ആ നോമ്പിൻ്റെ കൂടെ മറ്റ് നിയ്യത്തുകൾ വെക്കാൻ പറ്റൂല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നേർച്ചയാക്കിയ നോമ്പാണെങ്കിൽ ആ ഒരൊറ്റ നിയ്യത്ത് പറ്റുള്ളൂ ആ ഒരു നോമ്പിന്, അതല്ലാതെ മറ്റ് നിയ്യത്തുകൾ ഒന്നിച്ച് വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ റമദാനിൽ നമ്മൾ പിടിക്കുന്ന ഫർളായ നോമ്പുണ്ടല്ലോ, റമദാനിൽ അനുഷ്ഠിക്കുന്ന ഫർളായ നോമ്പ്, ആ ഫർളായ നോമ്പിൻ്റെ കൂടെ മറ്റു സുന്നത്തായ നിയ്യത്തുകൾ വെക്കാനും പറ്റൂല. ഇപ്പോൾ റമദാനിൽ നമ്മൾ തിങ്കളാഴ്ച നോമ്പ് പിടിക്കുകയാണെങ്കിൽ നമ്മൾ തലേ രാത്രി തന്നെ നിയ്യത്ത് വെക്കും അല്ലേ? ഫർളായ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിച്ചുവിടുന്നു എന്നൊക്കെ നിയ്യത്ത് വെക്കും. ആ കൂട്ടത്തിൽ തിങ്കളാഴ്ച ദിവസത്തിലെ സുന്നത്തായ നോമ്പും ഇതിൻ്റെ കൂടെ ഞാൻ പിടിക്കുന്നു എന്ന് നമുക്ക് നിയ്യത്ത് വെക്കാൻ പറ്റൂല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ റമദാനിൽ നമ്മൾ പിടിക്കുന്ന നോമ്പ്, അതിന് ആ ഒരൊറ്റ നിയ്യത്തേ പറ്റുള്ളൂ, റമദാനിലെ നോമ്പ് എന്ന് മാത്രം. അതുപോലെ നേർച്ചയാക്കിയ നോമ്പാണെങ്കിൽ ആ നേർച്ചയാക്കിയ നോമ്പിൻ്റെ നിയ്യത്ത് മാത്രമേ പറ്റുള്ളൂ.
അതല്ലാതെ ഇപ്പോൾ ഈ സാധാരണ ദിവസങ്ങളിലൊക്കെ നമ്മൾ പിടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തലേ രാത്രി തന്നെ നമുക്ക് ഖളാ ആയി പോയ ഫർദായ നോമ്പിൻ്റെ നിയ്യത്ത് വെക്കാം. അതുപോലെ തന്നെ സുന്നത്തായ നോമ്പിൻ്റെ നിയ്യത്തും വെക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. എനിക്ക് പറ്റുന്ന രൂപത്തിൽ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. എന്തുമാവട്ടെ, ഖൈർ. നമ്മൾക്ക് വ്യാഴാഴ്ച ദിവസത്തിലാണുള്ളത്. അൽഹംദുലില്ലാ, വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മഗ്‌രിബോട് കൂടി നമ്മളിലേക്ക് വരികയാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ ഒരുപാട് ആളുകൾ വഫാത്തായ, മരണപ്പെട്ട ഒരു മാസം കൂടിയാണ് ഈ പുണ്യമായ റജബ് മാസം, അല്ലേ? ഇപ്പോൾ നമ്മളൊക്കെ ഈ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ, ഔലിയാക്കൾ എനിക്കൊന്നും ഇപ്പോൾ ഔലിയ ആവാൻ പറ്റൂല എന്നൊക്കെയാണ് ഞാനും നിങ്ങളൊക്കെ ചിന്തിച്ചല്ലേ. ഔലിയാക്കന്മാർ എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും കാട്ടിൽ പോയിരിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഒരു പച്ച ഷോളൊക്കെ ഉടുത്തിട്ട് ഇങ്ങനെ എപ്പോഴും ദിക്ർ ചൊല്ലിയിരിക്കുന്നു, അതുപോലെ തന്നെ ഒരു കുളിക്കാതെ നനക്കാതെ, അങ്ങനെയൊക്കെയാണ് ഈ ഔലിയാക്കന്മാരെന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ വരുന്നത്. പക്ഷെ അങ്ങനെയല്ല. എനിക്കിപ്പോൾ ഔലിയ ആവാം, നിങ്ങൾക്കും വലിയ ആവാം, നിങ്ങൾക്കും അള്ളാഹുവിൻ്റെ വലിയ ആവാം. നമ്മൾ കോടാനുകോടി പൈസ കൊടുത്താലും, ലക്ഷക്കണക്കിന് റക്അത്തുകൾ നമസ്കരിച്ചാലും, 10,000 വർഷം തുടർച്ചയായി നോമ്പ് പിടിച്ചാലും നമുക്ക് കിട്ടാത്തൊരു കാര്യമാണ് പ്രവാചകത്വം. പ്രവാചകത്വം നമുക്ക് കിട്ടൂല, നുബൂവത്ത് നമുക്ക് കിട്ടൂല. അത് നബിയുടെ കാലം കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞു. നബിതങ്ങളാണ് അവസാനത്തെ പ്രവാചകർ. പക്ഷേ നമുക്ക് പരിശ്രമിച്ചാൽ ഒന്നാവാൻ പറ്റും. എന്ത്? വിലായത്തിൻ്റെ പദവി നമുക്ക് കിട്ടും. വിലായത്തിൻ്റെ പദവി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ പെടാൻ പറ്റും. എൻ്റെ പൊന്നുസ്താദ്, ഇപ്പം അങ്ങനെയൊന്നും ഞങ്ങൾക്ക് വേണ്ട, സാധാരണ പോലെ ജീവിച്ചങ്ങോട്ട് പോയാൽ മതി. അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ വലിയായി കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ഔലിയ ആയി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു എന്ന ജീവിതം. ഒന്നുകിൽ ഭ്രാന്തനാവണം, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ വലിയാവണം എന്നാണ് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നത്. ഭ്രാന്തൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഭ്രാന്തൻ ഏതെങ്കിലും ഒരു കടവക്കിൽ കിടന്നിട്ട് എനിക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞ് കരയുന്നുണ്ടോ? ഇല്ല. അവനിക്കൊന്നുമില്ല, അവനിക്ക് ആരെയും പേടിയില്ല. ഏത് സ്ഥലത്തും ഏത് സമയത്തും എപ്പോഴും അവൻ പോകും. കാരണം അവനിക്കൊരു പേടിയില്ല, അവനിക്കൊരു ടെൻഷനില്ല. ഇതുപോലെയാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ. അവർക്കൊരു ടെൻഷനില്ല. എന്തിനാ ടെൻഷൻ? എന്ത് മുസീബത്ത് വന്നാലും അത് അള്ളാഹ് തരും, എന്ത് നന്മ തന്നാലും അത് അള്ളാഹു ആണ് തരുന്നത്. ആ ഒരു ബലമാണ് അവർക്കുള്ളത്. ഔലിയാക്കന്മാർ, നമ്മളിപ്പോൾ ഔലിയാവാണെന്ന് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അല്ലേ? പക്ഷെ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരിൽ പെടണം. അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയിൻ്റെ പദവിയിലെത്താൻ, അതായത് ഔലിയാക്കന്മാരെ പോലെ സ്വർഗത്തിൽ കടക്കാൻ, പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പദവികളുള്ളത് ദുനിയാവിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്കാണ്. സ്വഹാബിമാരെല്ലാവരും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരായിരുന്നു എന്നാണ്. എന്നുമാവട്ടെ, ഞാൻ ഇന്ന് അള്ളാഹുവിൻ്റെ ഇസ്മ അടങ്ങിയ ഒരു ദുആ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഇത് മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ദിക്റാണ്, അല്ലെങ്കിൽ ദുആയാണ് എന്ന് ഒരുപാട് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണത്? ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവർ സ്ഥിരമായി ദിക്ർ ചൊല്ലുന്നവരാണ്, ഇസ്തിഗ്ഫാർ പറയുന്നവരാണ്. ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവരൊന്നും മിണ്ടാതിരിക്കുന്നു, പക്ഷെ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ തൗബ ചെയ്യുന്നവരാണ്. എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ ഇസ്മുകൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു ദിക്റാണ്, ഒരു ഇസ്തിഗ്ഫാറാണ്. ഏത് ഗണത്തിൽ നമുക്ക് പെടുത്താം? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ ദുനൂബി യാ ദൽ ജലാലി വൽ ഇക്റാം. വലിയിൻ്റെ പദവിയിലേക്ക് എത്താൻ, നമ്മുടെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരാൻ പരിശുദ്ധമായ റജബ് മാസമാണ്. റജബ് മാസത്തിൻ്റെ സുന്ദരമായൊരു വെള്ളിയാഴ്ച രാവ് കൂടി നമ്മളിലേക്ക് വരികയാണ്. നാളെ വെള്ളിയാഴ്ച ദിവസം ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ, സങ്കടങ്ങളിൽ പെട്ടുപോയവരാണ് ഞാനും നിങ്ങളിലും പലരും ആളുകൾ. അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും, കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോയവരുണ്ട്. ഉമ്മായും വാപ്പായും തിരിഞ്ഞു നോക്കുന്നില്ല, ഭർത്താവ് തിരിഞ്ഞു നോക്കുന്നില്ല, എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞ എത്രയോ ആളുകളുണ്ട്. അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറാൻ പിടിച്ചു വെച്ചോ, പറഞ്ഞോ. ഏത്? ഈ ഒരു ദിക്ർ, ഇതൊരു ദിക്റാണ്, ദുആയാണ്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ ദുനൂബി യാ ദൽ ജലാലി വൽ ഇക്റാം. ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻത റബ്ബി, നീയാണ് എൻ്റെ രക്ഷിതാവ്, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്കർഹൻ വേറെ ആരുമില്ല. ഫഗ്ഫിർ ലീ ദുനൂബി, എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണം. യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവിൻ്റെ ഉന്നതമായ ഇസ്മ അടങ്ങിയ പുണ്യമായ ഒരു ദുആയാണ്.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദുആ നമ്മൾ പഠിച്ചു വെക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ ദിവസം എത്രയാണോ നമ്മളെ കൊണ്ട് പറ്റുന്നത് ഇത് പറഞ്ഞിട്ട് നല്ലവണ്ണം ദുആ ചെയ്യുക. ഇത് പറഞ്ഞിട്ട് ദുആ ചെയ്താൽ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. കാരണം ഇത് അല്ലാഹുവിൻ്റെ ഇസ്മുകളിൽ ഉന്നതമായ ഇസ്മാകുന്ന യാദൽ ജലാലി വൽ ഇക്റാം, അത് ഇസ്മുൽ ആലമാണെന്ന് പോലും അഭിപ്രായമുണ്ട്. ആ ഒരു ഇസ്മാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ പറ്റി അള്ളാഹ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ് എന്നാണ്. ആരെങ്കിലും എൻ്റെ വലിയനോട്, എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ വലിയനോട്, എൻ്റെ ഔലിയായിനോട് ആരെങ്കിലുമൊക്കെ ദേഷ്യം വെച്ചാൽ, ഔലിയാക്കന്മാരൊന്നും ഇല്ല, അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യുമെന്നാണ്. അള്ളാഹ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ പറ്റി ഇങ്ങനെ മോശത്തരം പറയുക, അല്ലെങ്കിൽ അവരെ പറ്റി കുറ്റം പറയുക എന്നുള്ളത്. പിന്നെ അത് ആ ഒരു ഖുദ്സിയായ ഹദീസാണ്. അതിൻ്റെ താഴെ അള്ളാഹുവിൻ്റെ മറ്റു കുറച്ച് വാക്കുകളുണ്ട്. അതായത് എൻ്റെ അടിമ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലുമെന്നാണ്. അവൻ കുറച്ചടുത്താൽ ഞാൻ അധികമായി അങ്ങോട്ട് അടുക്കുമെന്നാണ്. എന്നിട്ട് അള്ളാഹു താല പറയുന്നു, അവൻ്റെ കണ്ണ് ഞാനായി മാറും, അവൻ്റെ ചെവി ഞാനായി മാറും, അവൻ്റെ കയ്യ് ഞാനായി മാറും എന്നൊക്കെ അള്ളാഹു താല പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും, ഈ പറയുന്ന എനിക്ക് കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും നമുക്കിപ്പോൾ തീരുമാനിക്കാം, നമ്മുടെ കണ്ണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ കണ്ണാണോ? 3 അടയാളങ്ങൾ എൻ്റെയും നിങ്ങളുടെയും കണ്ണിൽ ഉണ്ട് എങ്കിൽ നമ്മുടെ കണ്ണ്, അല്ലെങ്കിൽ നമ്മളെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാളുടെ കണ്ണ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും അയാൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന്. അതെങ്ങനെയാണ് ഉസ്താദെ? കണ്ണിന് നീളമുള്ളതോ അല്ലെങ്കിൽ വണ്ണമുള്ളതോ കണ്ണ് ചുവന്നിരിക്കുന്നതോ അങ്ങനെയാണോ? അല്ല, ആ അടയാളമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം 2 കണ്ണുകൾ. ആ 2 കണ്ണുകളെ നരകം സ്പർശിക്കൂല, നരകം കാണൂല. സ്വർഗത്തിലേക്ക് കടക്കുന്ന ആളുകളുടെ കണ്ണാണ് ആ കണ്ണ്. എന്ത്? 2 സ്വഭാവമുള്ള കണ്ണ്. ഒന്ന്, ഐനുൻ ബഖത്ത് മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണാണ്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ പറയുന്ന ഞാൻ 33 വയസ്സായി, 32 കഴിഞ്ഞ് 33ആയി. നിങ്ങളിൽ 20 വയസ്സ്, 25, 30, 35, 40, 45, 50, 55, 57, 67, അല്ലെ 77, 90, 100 വരെയൊക്കെ ഉണ്ടാവാം വയസ്സ് ജീവിക്കുന്ന ആളുകളുണ്ടാകാം. നമ്മൾ ജീവിതത്തിൽ എന്നെങ്കിലും അള്ളാനെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ? അള്ളാനെ ഓർത്ത് കരയാണോ? അതെന്തിനാ? അതായത് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള നിഅമത്ത്, അനുഗ്രഹം ഓർത്തിട്ട് ഞാനും നിങ്ങളും കരഞ്ഞു പോയിട്ടുണ്ടോ? ഇല്ല, ഇല്ല. സിനിമ കണ്ട് കരഞ്ഞവർ, സീരിയൽ കണ്ട് കരഞ്ഞവർ, കോമഡി കണ്ട് ചിരിച്ച് കരഞ്ഞവർ, അല്ലേ? എത്ര പേരുണ്ടാവും? പക്ഷെ അള്ളാനെ ഒന്ന് ഓർത്ത് കരയാൻ മോളെ കിട്ടൂല. അള്ളാനെ ഓർത്തിട്ട് വേണ്ട കരയാനെന്നാണ്, അല്ലേ? അള്ളാനെ ഒന്ന് ഓർത്ത്, അള്ളാഹുവിനെ ഭയന്ന്, പടച്ചോനെ നിന്റെ നരകം അതിലെങ്ങാനും ഞാൻ പോയി പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ, അല്ലേ? അങ്ങനെയൊക്കെ ചിന്തിച്ച്, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ദുആ ചെയ്യുമ്പോൾ പടച്ചോനെ ഞാൻ ചെയ്തു പോയി, തെറ്റ് ചെയ്തു പോയി, അപരാധം ചെയ്തു പോയി എന്നൊക്കെ നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മളിൽ ഉണ്ടായ തെറ്റുകളെ ഓർത്തിട്ട് എത്ര പേര് പറയുന്ന ഞാൻ ഉൾപ്പെടെ നമ്മളൊക്കെ കരഞ്ഞിട്ടുണ്ട്. അള്ളാഹിനെ പറ്റി ഓർത്ത് കരഞ്ഞവർ നമുക്കതില്ല. പക്ഷെ സ്വഹാബിമാർ എങ്ങനെയായിരുന്നു? അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ അങ്ങനെയായിരുന്നു, മുൻഗാമികൾ അങ്ങനെയായിരുന്നു, നമ്മുടെ ഉസ്താദുമാരൊക്കെ അങ്ങനെയായിരുന്നു. നരകത്തെ ഓർത്ത്, നരകത്തിൻ്റെ ശിക്ഷ ഓർത്ത് കരയുക, അല്ലേ? ചില ആൾക്കാർ എത്രയാണെങ്കിലും കരയൂല. അതെന്താണെന്നറിയോ? ഖസ്വത്തുൽ ഖൽബുള്ളത് കൊണ്ടാണ്, ഹൃദയകാഠിന്യമുള്ളത് കൊണ്ടാണ് നമുക്ക് ദുആ ചെയ്യുമ്പോൾ കരച്ചിൽ വരാത്തതെന്നാണ്. നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരയുന്നത് പോലെ അഭിനയിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പം എന്തുമാവട്ടെ, ഒന്നാമത്തെ കണ്ണ് ഇതാണ്, അള്ളാനെ ഓർത്ത് കരഞ്ഞ കണ്ണ് ഉണ്ട് എങ്കിൽ നമ്മുടെ ഈ കണ്ണ് സ്വർഗത്തിലേക്ക് പോകുന്ന കണ്ണാണ്. പിന്നെ റജുലുൻ ദക്കറഹുല്ലാഹ് ഖാലിയൻ ഫഫാലത് ഐനാ, അർശിന്റെ തണൽ കിട്ടുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ് എന്ത്? അള്ളാനെ ഓർത്ത് കരഞ്ഞ കണ്ണുള്ള പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ. ഇനി രണ്ടാമത്തെ വിഭാഗം, ഹറാമിനെ തൊട്ട് ഒഴിവായ കണ്ണ്. ഹറാമായ ഒരു കാര്യം കാണാൻ, അല്ലെ, അതിന് സൗകര്യം കിട്ടിയിട്ടും അതിലേക്ക് നോക്കാതെ കണ്ണ് ചിമ്മിയ ആള്, അയാൾക്കും അല്ലാഹു തആല ആ കണ്ണുകൊണ്ട് സ്വർഗം കാണാനും സ്വർഗത്തിലേക്ക് കടക്കാനുമുള്ള അവസരം കൊടുക്കുമെന്നാണ്. ഇനി മറ്റൊരു കണ്ണുകൂടിയുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിൽ ഉറങ്ങാതെ കാവലിരുന്ന കണ്ണാണെന്നാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ ശത്രുക്കൾ വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കിയിട്ട് ഉറങ്ങാതെ കാവലിരുന്ന കണ്ണ്. അതിപ്പോൾ നമുക്ക് ഉണ്ട് എന്ന് പറയാൻ പറ്റൂല. പക്ഷെ ഈ ആദ്യത്തെ 2 നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഹറാം കാണുമ്പോൾ അല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് മാറി നിൽക്കുന്ന കണ്ണ്, ഹറാമിലേക്ക് നോക്കാത്ത കണ്ണ്,
അതുപോലെ തന്നെ അള്ളാനെ ഓർത്ത് ഓർത്ത് കരഞ്ഞ കണ്ണ്, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. മഹാനായ അബൂ ലൈസു സമർഖന്ദി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സ്വർഗത്തിന്റെ കവാടം, സ്വർഗത്തിന്റെ വാതിലിൽ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയോ? വജദ്നാ മാ അമിൽനാ വറബ്ബിഹിനാ മാ ഖദ്ദംനാ ഖസ്സിർനാ മാ ഖലഖ്നാ. അതായത് സ്വർഗത്തിന്റെ വാതിലിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകമാണ്. നമ്മൾ അമൽ ചെയ്താണ് ഇവിടെ എത്തിയത്. നമ്മൾ നിസ്കരിച്ചു, നമ്മൾ നോമ്പ് പിടിച്ചു, ഹറാമ് വന്നപ്പോൾ നമ്മൾ കണ്ടില്ല, ഹറാമിനുള്ള അവസരം കിട്ടിയപ്പോൾ നമ്മൾ ചെയ്തില്ല, അതുകൊണ്ട് നമ്മൾ സ്വർഗത്തിലേക്ക് കടന്നു എന്നാണ്. മാത്രമല്ല, നമ്മൾ ജീവിതത്തിൽ സ്വതക്ക ഒരുപാട് കൊടുത്തവരാണ്, അതുകൊണ്ട് നമുക്കിവിടെ ലാഭമുണ്ടായി. സ്വർഗത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകമാണ്. അതുപോലെ തന്നെ നമ്മൾ സ്വതക്ക കൊടുക്കാതെ പിടിച്ചു വെച്ചിരുന്നെങ്കിൽ നഷ്ടവാളുകളിൽ പെട്ടുപോയേനെ. ഈ 3 വാചകം സ്വർഗത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വായിക്കാൻ പറ്റുന്നത് ആർക്കാണ്? ഈ 2 കണ്ണുള്ളവർക്കാണ്. ഏത് കണ്ണ്? ഹറാമിനെ തൊട്ട് കണ്ണ് ചിമ്മിയ ആളുകൾ, കണ്ണടച്ചു കളഞ്ഞ ആളുകൾ, ഹറാമ് കാണാത്ത ആളുകൾ, അതുപോലെ തന്നെ അള്ളാനെ ഓർത്ത് കരഞ്ഞ കണ്ണുള്ളവർ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ച രാവാൻ കരയാൻ പറ്റിയ സമയമാണ് അല്ലെ? ഇന്നത്തെ രാത്രി നേരത്തെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് അല്ലാഹുവേ പടച്ചവനെ ചെയ്തു പോയ തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് നമ്മൾ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ പറഞ്ഞ് നല്ലവണ്ണം ദുആ ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക. ദിക്ർ ചെയ്യുമ്പോൾ കരയുക, ദുആ ചെയ്യുമ്പോൾ കരയുക, വിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ കരയുക. വെറുതെ അള്ളാഹ് ഇങ്ങനെ ഓർത്തിരുന്നിട്ട് അള്ളാഹിനെ ഓർത്ത് കരയുക, സ്വർഗത്തെ ഓർത്ത് കരയുക, നരകത്തെ ഓർത്ത് സന്തോഷിക്കുക, കരയുക. ഇതൊക്കെ ആയിരുന്നു മഹാന്മാരായ ഔലിയാക്കന്മാർ ചെയ്തിരുന്നത്. പക്ഷെ നമുക്കാർക്കും അതിന് സൗകര്യമൊന്നുമില്ല, സമയവും ഇല്ല. നമ്മളൊക്കെ ഞാനൊക്കെ ഉൾപ്പെടെ ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടുമുട്ടിക്കാൻ വീട് പണി നടക്കുന്നുണ്ട്. അതിന്റെ തിരക്കിനാണ്. ഇപ്പൊ കരയാനാണോ സമയം? നമുക്കൊക്കെ ജോലിയും തിരക്കുണ്ട്, അതിന്റെ ഇടയ്ക്ക് കരയാനാണ് സമയം. ഇതെന്തിനാ ജോലി? എവിടം വരെ ഓടാനാണ് നമുക്ക്? നമ്മളൊന്ന് മരിച്ചു കിട്ടാൻ കാത്തിരിക്കുകയാ, നമ്മുടെ പേരുള്ള സ്വത്ത് നമ്മുടെ മക്കൾ വീതിച്ചെടുക്കാൻ. നിങ്ങളൊന്ന് മരിച്ചു കിട്ടാൻ കാത്തിരിക്കുന്നു നിങ്ങളുടെ മക്കൾ. നിങ്ങളുടെ വലത് ചെവി, ഇടത് ചെവി, നിങ്ങളുടെ കയ്യിലുള്ളത്, കാലിലുള്ളത്, അല്ലെ, ഇതൊക്കെ ഊരിയെടുക്കാൻ, സ്വർണം ഊരിയെടുക്കാൻ നിങ്ങളുടെ മക്കൾ കാത്തിരിക്കുന്നു. ഇപ്പോൾ ഒരു പവന് 1,00,000-ലധികം രൂപയല്ലേ? കാത്തിരിക്കുകയാണ് മക്കൾ. അതുകൊണ്ട് ഉള്ള സമയത്ത് നല്ലത് ചെയ്യുക. വിശുദ്ധമായ റജബ് മാസമാണ്. ദിക്റുകൾ പറയുക, സ്വലാത്തുകൾ പറയുക. വെള്ളിയാഴ്ച രാവാണ്, നല്ലവണ്ണം ദുആ ചെയ്യുക. മറ്റുള്ളവരോട് വെറുപ്പ്, വിദ്വേഷം അതൊക്കെ മാറ്റിവെക്കുക. നല്ല ഒരു സുന്ദരമായ ജീവിതം കാഴ്ചവെക്കുക. നല്ലവണ്ണം ദ്വാരക്കുക. അള്ളാഹുവെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കണമെന്ന് നല്ലവണ്ണം ദ്വാ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഖൈറിന്റെ, സലാമത്തിന്റെ, സന്തോഷത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ പടച്ചവനെ, വെള്ളിയാഴ്ച രാവാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും സ്വർഗത്തിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള മഹാസൗഭാഗ്യം തരണേ അല്ലാഹ്. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.